നിങ്ങളൊരു പുസ്തക പുഴുവാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം നമ്മുടെ നിയമസഭാ മന്ദിരത്തിൽ. അവിടെ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ 3ാം പതിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 13 വരെ നിയമസഭാ സമുച്ചയത്തിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ബുക്കുകളുടെ മഹാമേളയാണ് അവിടെ നടക്കുന്നത്. ഞാൻ എൻ്റെ കൊളീഗ്സിൻ്റെ കൂടെ വൈകുന്നേരം കാണാൻ ഇറങ്ങിയതായിരുന്നു. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം വലിയ തിരക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ സാറ്റർഡേയും സൺഡേ നല്ല തിരക്കിനുള്ള സാധ്യത കാണുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ഐറ്റം തന്നെ. പ്രവേശനം സൗജന്യമാണ് കേട്ടോ. പുസ്തകപ്പുഴു അല്ലാഞ്ഞിട്ട് പോലും ഞാനിതിന് പോകാൻ വേണ്ടി ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ എനിക്കിതിൻ്റെ കവറും ഇതിൻ്റെ ഡിസൈനും കവർ ഡിസൈനിങ്ങും ഇതിൻ്റെ ടൈപ്പോഗ്രഫിയും ഇതിൻ്റെ ടൈറ്റിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇവിടെ അക്ഷരങ്ങൾ കൊണ്ടുള്ള അലങ്കാര പണികളൊക്കെ വളരെ ഭംഗിയായി ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. നല്ല രസമായിരുന്നു കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ബുക്ക് ഫെസ്റ്റിവലിന് ഞാൻ പോകുന്നത്. ഒരുപാട് നടക്കാനുണ്ട്. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ എഴുത്തുകാരുടെ ചർച്ചകൾ കേൾക്കാനും കയറിയിരുന്നു. ഒരു ഡിസൈനർ ആയതുകൊണ്ടായിരിക്കും എൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങോട്ട് തന്നെയാണ് പോയത്. കൂടുതലും ബുക്സിൻ്റെ കവറും നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ. ആക്ച്വലി ഏറെ നടന്നു കാണാനുള്ളതുകൊണ്ടായിരിക്കും കൂടെ നിന്നവരുടെ കാലൊക്കെ കഴിക്കുന്നുണ്ടെന്ന് ഇടയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു. ടൈറ്റിൽ ഡിസൈൻ കണ്ട് എടുത്തു നോക്കിയ ഒരു മലയാളം കാലിഗ്രാഫി ടച്ച് ഉണ്ട്. ശേഷം അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ കയറി. ഓഡിറ്റോറിയത്തിൽ മ്യൂസിക് കൺസേർട്ട് ആരംഭിക്കാൻ പോവുകയായിരുന്നു. അത് കാണാൻ വേണ്ടി കുറച്ചു നേരം കയറിയിരുന്നു. എല്ലാം കണ്ട് പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. രാത്രി ആയപ്പോഴാണ് ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റിയത്. നിറയെ ലൈറ്റ്സ് കൊണ്ട് അവർ അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. സോ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ദെൻ ഇത് കഴിഞ്ഞ് നേരെ ഫുഡടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. സോ ബാക്കിൽ കുടുംബശ്രീയുടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട്. നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരുപാട് മസ്റ്റ് ട്രൈ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. സോ മിസ് ചെയ്യരുത്.